വലിയ രീതിയിൽ കൊട്ടിയാഘോഷിച്ച് രംഗത്തിറക്കിയതായിരുന്നു കെ ഫോൺ എന്ന പദ്ധതി. എന്നാൽ ഇപ്പോൾ അതിന്റെ ശോഭയെല്ലാം മങ്ങി ആ തരിയും അണഞ്ഞിരിക്കുകയാണ്. കെ ഫോൺ പദ്ധതി പരാജയപ്പെട്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ആദ്യഘട്ടത്തിലെ സൗജന്യ കണക്ഷൻ പോലും നൽകിയില്ല. സാമ്പത്തികമായി പിന്നോക്കമായ 5856 കുടുംബങ്ങൾക്ക് മാത്രമാണ് കണക്ഷൻ നിലവിൽ ലഭിച്ചിരിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 3ാം പ്രോഗ്രസ് റിപ്പോർട്ടിലാണ് കെ ഫോൺ പദ്ധതി പരാജയമാണെന്ന് സമ്മതിച്ചിരിക്കുന്നത്. മുഴുവൻ BPL കുടുംബങ്ങൾക്കും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന് കൊട്ടി ആഘോഷിച്ചാണ് കെ ഫോൺ പദ്ധതി തുടങ്ങിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ച 1400 കണക്ഷനുകൾ പോലും കൊടുക്കാനായിട്ടില്ല. 7000-ലധികം വീടുകളിൽ കണക്ഷൻ നൽകി എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട്. ഈ വർഷം എണ്ണം കുറഞ്ഞിരിക്കുന്നു. ഒരു വർഷത്തിനുള്ളിൽ നൽകിയത് 5856 കണക്ഷനുകൾ മാത്രമാണ്. 3 വർഷത്തിനിടെ 29,216 ഓഫീസുകളിൽ കെ ഫോൺ കണക്ഷൻ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് 26,542 ആയിരുന്നു. ഇതിൽ 16,738 സർക്കാർ ഓഫീസിലെ ഇന്റർനെറ്റ് വിനിയോഗം ആരംഭിച്ചിട്ടുള്ളൂ. സർക്കാർ സ്കൂളുകളിൽ കെ ഫോണിൽ നിന്ന് ഇന്റർനെറ്റ് കിട്ടുന്നില്ല എന്ന വ്യാപക പരാതിയും ഉയരുന്നുണ്ടായിരുന്നു. ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ വിവരങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ടിലില്ല. കെ ഫോൺ 94% പുരോഗതി കൈവരിച്ചു എന്നാണ് അവകാശപ്പെടുന്നത്. അതിനിടയിൽ 20 ലക്ഷം BPL വീടുകളിൽ സൗജന്യ കണക്ഷൻ എന്ന വാഗ്ദാനത്തോടെയാണ് സർക്കാർ കെ ഫോൺ പദ്ധതി കൊണ്ടുവന്നത്. ആദ്യഘട്ടത്തിൽ ഒരു മണ്ഡലത്തിൽ 100 വീതം 1400 കണക്ഷൻ നൽകുമെന്നും രണ്ടാം പിണറായി സർക്കാർ വാഗ്ദാനത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു. ഇതിനായി 2022 ഏപ്രിലിൽ കമ്പനിയെ തിരഞ്ഞെടുത്തു. എന്നാൽ കമ്പനിയുമായുള്ള കരാറിനുള്ള അംഗീകാരവും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഗുണഭോക്തൃ പട്ടികയും വൈകി. 6800 ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ കൃത്യമല്ല എന്ന് കണ്ടെത്തി തിരിച്ചയക്കുകയായിരുന്നു. കൃത്യത വരുത്തി പട്ടിക വീണ്ടും സമർപ്പിച്ചു. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സംശയ നിവാരണത്തിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പട്ടികയും കമ്പനിക്ക് കൈമാറിയിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് കൂടുതൽ കണക്ഷൻ നൽകാനാകില്ല എന്നും പിന്മാറുകയാണ് എന്നും കെ ഫോണിനെയും IT സെക്രട്ടറിയെയും അറിയിച്ചിരിക്കുന്നത്. സ്വന്തം നിലയ്ക്ക് പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഉപയോഗിച്ച് 5 മാസത്തിനകം 1400 കണക്ഷൻ പൂർത്തീകരിക്കുമെന്നും കെ ഫോൺ MD ആയ ഡോക്ടർ സന്തോഷ് ബാബു പറഞ്ഞിരുന്നു. 1400 BPL വീടുകളിൽ കണക്ഷൻ നൽകിയ ശേഷം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്താനായിരുന്നു സർക്കാർ തീരുമാനിച്ചിരുന്നതെങ്കിലും കഴിഞ്ഞ ജൂണിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ 1000 വീടുകളിൽ മാത്രമായിരുന്നു കണക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതാണിപ്പോൾ പാളിയിരിക്കുന്നത്.